നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴുത്തുവേദനയ്ക്ക് പരിഹാരമെന്ത് എന്ന കാര്യമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പാലാ ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ അരവിന്ദാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ, നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വേദനയായിട്ട് ഈ കഴുത്തുവേദന മാറിയിരിക്കുകയാണ്. അപ്പം കഴുത്തുവേദന സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. കഴുത്തുവേദനയ്ക്ക് കാരണങ്ങൾ എന്തെല്ലാമാണ്, അതായത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വട്ടമെങ്കിലും കഴുത്തുവേദന വന്നിട്ടുണ്ടാവും. അപ്പോൾ നിസ്സാരമായ കാരണങ്ങൾ മുതൽ സങ്കീർണമായ പല കാരണങ്ങളും നമുക്ക് കഴുത്തുവേദനയിലേക്ക് എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ നിസ്സാരമായ കാരണങ്ങൾക്ക് മുന്നേ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കഴുത്തുവേദനയിൽ പറയാറുള്ളത്. അത് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട, കഴുത്തുവേദന വന്നാൽ നമ്മൾ ഉടനെ കൺസൾട്ട് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായും കുട്ടികളിൽ കഴുത്തുവേദന, നെക്ക് സ്റ്റിഫ്നെസ്, അത് ചിലപ്പോൾ പനിയോട് കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ പനി ഇല്ലാതെ ആയിരിക്കാം. അത് ചിലപ്പോൾ മെനിഞ്ചൈറ്റിസിന്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളിൽ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഈ കഴുത്തുവേദന വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അടുത്ത കഴുത്തുവേദന നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയയാണ്, നമ്മൾ കഴുത്തുവേദനയോടൊപ്പം തന്നെ കയ്യിലോട്ട് തരിപ്പ് വരിക, കയ്യിലോട്ട് കഴപ്പ് വരിക, കയ്യിൽ ബലക്കുറവ് വരിക, അതുപോലെ തന്നെ നമ്മൾക്ക് നടക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരിക, കാലിന്റെ ബലക്കുറവ് പോലെ വരിക, കാലിൽ പിടുത്തം വരിക, മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരിക. ഇതെല്ലാം നമുക്ക് സെർവൈക്കൽ മൈലോപ്പതി, അതായത് നമ്മുടെ സെർവൈക്കൽ സ്പൈനിന് ക്ഷതം പറ്റുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ആ ടൈപ്പ് കഴുത്തുവേദനയും ഈ ലക്ഷണങ്ങൾ കൂടി ഉള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കഴുത്തുവേദനയോടൊപ്പം തന്നെ നിരന്തരമായുള്ള പനി, നൈറ്റ് പെയിൻ, അതായത് രാത്രിയുള്ള വേദന, നമ്മുടെ വെയിറ്റ് ലോസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ചില ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് TB സ്പൈൻ അല്ലെങ്കിൽ ചില ട്യൂമേഴ്സിലേക്ക് പോകുന്ന ലക്ഷണങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഇനി കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞ യെല്ലോ ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് കഴുത്തുവേദന പൊതുവെ രാവിലെ എണീറ്റ് വരുന്ന, സ്ഥിരമായി വരുന്ന കഴുത്തുവേദന, ഇത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ നമുക്ക് വാതരോഗ വിഭാഗങ്ങളിൽ പെടുത്താം എന്നാണ് പറയുന്നത്. ഇത് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് വിഭാഗങ്ങളിൽ വരുന്ന കഴുത്തുവേദന, ഉദാഹരണത്തിന് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്, ഇതിലൊക്കെ വരുന്ന കഴുത്തുവേദന, കഴുത്ത് സ്റ്റിഫ്നെസ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉടനെ ഇടപെടേണ്ട കാര്യങ്ങളാണ്. അതുപോലെയാണ് നിരന്തരമായിട്ട് വരുന്ന ഇൻഫെക്ഷൻസ്, അതുമൂലമുള്ള കഴുത്തുവേദന. അത് ചിലപ്പോൾ ഡിസ്കൈറ്റിസ്, ഡിസ്കിന്റെ ഇൻഫ്ലമേഷൻ കൊണ്ട്, ഡിസ്കിന്റെ നീർക്കെട്ട് കൊണ്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തുവേദനയും നമ്മൾ ഡിപ്രഷനുമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ ഈ കഴുത്തുവേദനയും ഡിപ്രഷനുമായിട്ട് ഒരു രോഗി നിങ്ങളോട് വരികയാണെങ്കിൽ ആ രോഗിയെ ഉടൻ തന്നെ നമ്മൾ സൈക്കോളജിക്കലായ കൗൺസിലിങ്ങിനും ഈ കഴുത്തുവേദന ഉടനെ നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് ശരിയാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ കഴുത്തുവേദന കൊണ്ട് തന്നെ രോഗി ഡിപ്രഷനിലേക്ക് പോകാം, അതുപോലെ ഡിപ്രഷൻ തിരിച്ച് കഴുത്തുവേദനയും ഉണ്ടാക്കാം. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളാണ് പൊതുവെ നമ്മൾ കഴുത്തുവേദന വരുമ്പോൾ നമുക്ക് ഉടനെ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കഴുത്തുവേദന എത്രത്തോളം ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ സാധിക്കും? അതായത് ഇപ്പം ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്? അതായത് ആദ്യം ഈ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്താണ് എന്നുള്ളൂടെ ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇത് പൊതുവെ അത്ര കോമൺ അല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാ അസുഖങ്ങളും നമുക്ക് പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. നമുക്കൊരു പുനരധിവസിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതായത് രോഗിയെ ആ അസുഖത്തിലൂടെ ഉണ്ടാവുന്ന ഡിസബിലിറ്റിയും ബുദ്ധിമുട്ടുകളും വേദനയും ഏറ്റവും കുറഞ്ഞ അളവിലേക്ക് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഈ ചിലപ്പോൾ നമുക്ക് രോഗം പൂർണ്ണമായും മാറ്റാൻ കഴിയാത്ത ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ കഴുത്തെല്ല് തേയ്മാനം, നമുക്കത് മരുന്ന് സ്ഥിരമായി കൊടുത്ത് അങ്ങനെ മാറ്റാൻ കഴിയില്ല. അത് കുറച്ച് കൊണ്ടുവരിക, അത് ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ചില അസുഖങ്ങളുണ്ട്, അതിന്റെ മുന്നോട്ടുള്ള പ്രോഗ്രസ്, അതായത് ആ അസുഖം മൂർച്ഛിച്ചു പോകുന്നത് നല്ല രീതിയിൽ തടയുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വാതരോഗ സംബന്ധമായ കഴുത്തുവേദനകൾ, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുടെ മുന്നോട്ട് പോകുക, പ്രോഗ്രഷൻ നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരു കഴുത്തുവേദന വരുമ്പോൾ അത് നോക്കിക്കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കഴുത്തുവേദന ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളിലേക്ക് പോകാം. അപ്പൊ പൊതുവായിട്ട് വളരെ കോമൺ ആയിട്ട് വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ
നമ്മുടെ കഴുത്തിലെ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ പേശികളും മസിൽസും ആണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കഴുത്ത് വേദന ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ കഴുത്തിലെ കശേരുക്കൾ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം, നട്ടെല്ല്, എല്ലിൽ വരുന്ന വിഷയങ്ങൾ, എല്ലിലെ ജോയിന്റുകളിൽ വരുന്ന തേയ്മാനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. പിന്നെ വരുന്നത് കഴുത്തിലെ ഡിസ്കുകൾ, ഇന്റർവെർട്ടിബിൾ ഡിസ്കുകൾ. ആ ഡിസ്കുകളിൽ വരുന്ന തേയ്മാനങ്ങളും മറ്റു പ്രശ്നങ്ങളും, തള്ളിച്ചു ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ വരാവുന്നത് നമ്മളുടെ കഴുത്തിലൂടെ പാസ് ചെയ്ത് പോകുന്ന മറ്റ് ന്യൂറോണൽ സ്ട്രക്ചർ, സ്പൈനൽ കോഡും അതുപോലെ അതിലേക്ക് വരുന്ന മറ്റ് നാഡികളിലും വരുന്ന നീർക്കെട്ടും അതിന്റെ പ്രശ്നങ്ങളും. വളരെ അപൂർവമാണെങ്കിൽ പോലും നമുക്ക് ഈ സ്പൈനൽ കോഡിൽ വരുന്ന ചെറിയ ട്യൂമറുകൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഴുത്ത് വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഫിസിക്കൽ മെഡിസിനിൽ എങ്ങനെ ഇത് നോക്കിക്കാണെന്ന് വെച്ചാൽ ഓരോ കാരണവും വിശദമായും സമഗ്രമായിട്ടാണ് കാണുന്നത്. നമുക്ക് മറ്റ് അസുഖങ്ങൾ പോലെ ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ കഴുത്ത് വേദന നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനോടൊപ്പം രോഗിക്ക് പല കാര്യങ്ങളും നമ്മൾ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഗുളികകളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഓറൽ സ്റ്റിറോയിഡ്സ് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഷോർട്ട് കോഴ്സ് ഇഞ്ചക്ഷൻ ആയിട്ട് സ്റ്റിറോയിഡ്സ് കൊടുക്കേണ്ടി വരും. ന്യൂറോ മോഡുലേറ്റേഴ്സ് എന്ന വിഭാഗത്തിലെ മരുന്ന് കൊടുക്കേണ്ടി വരും. മസിൽ റിലാക്സൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ വിറ്റാമിൻ, അതായത് വിറ്റാമിൻ D3, വിറ്റാമിൻ B12 പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ കഴുത്ത് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ തെറാപ്പി ഇഞ്ചക്ഷൻ ആയിട്ടോ ഗുളികയായിട്ടോ നമുക്ക് കൊടുക്കേണ്ടി വരും ടെസ്റ്റ് ചെയ്തതിനു ശേഷം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണെങ്കിൽ തീർച്ചയായും അതിന്റെ ഉള്ള ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള ബയോളജിക്സോ അല്ലെങ്കിൽ ഡിഎംആർട്സോ അങ്ങനത്തെ മരുന്നുകളും കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മരുന്നുകളായിട്ട് നമ്മൾ ഈ പറഞ്ഞ കഴുത്ത് വേദനയെ നമ്മൾ നേരിടുന്നത്. അപ്പൊ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ മാത്രം കൊണ്ട് നമുക്ക് കഴുത്തിന്റെ വേദന പരിഹരിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ 24 മണിക്കൂറും കഴുത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പൊ കഴുത്തിന് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മരുന്നുകൾ ദീർഘകാലം കൊടുക്കാനും കഴിയില്ല. എക്സെപ്റ്റ് നമുക്ക് ഈ പറഞ്ഞ DMARDs, അതായത് സെറോ നെഗറ്റീവ് ആർത്രൈറ്റിസിന് കൊടുക്കുന്ന മരുന്നുകളല്ലാതെ മറ്റു മരുന്നുകൾ പൊതുവെ ദീർഘകാലത്തേക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിന് ചിലപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്യേണ്ടി വരും. അതായത് താൽക്കാലികമായിട്ട് റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിന് വിവിധ തരത്തിലുള്ള കഴുത്തിലിടാനുള്ള കോളറുകളുണ്ട്. അത് നമുക്ക് വിവിധ തരത്തിൽ, അത് ഓരോ കേസ് അനുസരിച്ച്, ഓരോ ഘടന അനുസരിച്ച് നമ്മൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്യും. അതുപോലെ അതിന്റെ ഉപയോഗിക്കുന്ന രീതിയും ഓരോ കേസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ സെർവൈക്കൽ ഓർത്തോസിസ് നമ്മൾ ഉപയോഗിക്കും. അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്ത് ഞാൻ പറഞ്ഞു നമ്മളുടെ നിത്യജീവിതത്തിൽ 24 മണിക്കൂറും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എർഗോണോമിക്സ്, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നമ്മളുടെ കഴുത്തിന്റെ പൊസിഷൻ, നമ്മുടെ ബോഡിയുടെ പോസ്ചർ കൃത്യമായ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതിപ്പോ അടുക്കളയിലുള്ള ജോലി ആണെങ്കിലും, നമ്മൾ കമ്പ്യൂട്ടറിലുള്ള ആണെങ്കിലും, ഡോക്ടർമാർക്കാണെങ്കിലും, കഴുത്തിന്റെ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ കഴുത്തിന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഇതിലെ ഏത് അസുഖങ്ങളാണെങ്കിലും അത് നമുക്ക് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും രോഗി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. മറ്റ് അസുഖങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കഴുത്ത് വേദനയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ മരുന്ന് മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് അത് അവിടെ കൊണ്ട് അവസാനിക്കില്ല. രോഗി ഈ പറഞ്ഞ ശീലങ്ങളും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ കിടക്കുന്ന പില്ലോയുടെ പൊസിഷൻ, അതുപോലെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ. ചിലർ വയറിൽ കിടക്കും, ചിലർ ചരിഞ്ഞു കിടക്കും, മലന്നിറക്കും. അപ്പൊ കൃത്യമായ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഓരോ അസുഖം അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ രോഗി കൃത്യമായി ഫോളോ ചെയ്യും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പേശികളുടെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന കഴുത്ത് വേദന. അപ്പോൾ നമ്മൾ പരിശോധനയിൽ പലപ്പോഴും പല പേശികൾ ചുരുങ്ങിയതായിട്ടും പല പേശിക്ക് ബലക്കുറവായിട്ടും പല പേശി ഓവർ ആക്ട് ചെയ്യുന്നതായിട്ടും കാണും. അപ്പൊ നമ്മൾ മരുന്ന് കൊടുത്ത് റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ആ പേശികളിലെ സ്ട്രെച്ച് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതും രോഗി തന്നെ ചെയ്യണം. അപ്പൊ അതാണ് വേറൊരു വിഷയം. പിന്നെ നമ്മൾ വേദന ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ അക്യൂട്ട് കേസുകളിൽ മരുന്ന് മാത്രം കൊണ്ട് ഗുണം കിട്ടും. പക്ഷേ ദീർഘകാലമുള്ള കേസുകൾ 3 മാസത്തിൽ കൂടുതലുള്ള കഴുത്ത് വേദന പലപ്പോഴും പുറത്തും കഴുത്തിന്റെ പല ഏരിയകളിലും വേദനകൾ ഉണ്ടാക്കും. വേദനയുള്ള പോയിന്റ്സ്, ടെൻഡർ പോയിന്റ്സ് അല്ലെങ്കിൽ ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ഗുളിക മാത്രം മതിയാവില്ല. നമുക്ക് കുറച്ച് ഫിസിക്കൽ മൊഡാലിറ്റീസ് കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഫിസിക്കൽ മൊഡാലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചൂടിന്റെ തന്നെ വിവിധ ലെവലിലുള്ള, അതായത് സൂപ്പർഫിഷ്യലായിട്ടും ഡീപ്പായിട്ടും നമ്മൾ ചൂട് കൊടുക്കുന്ന ടെക്നിക്കുകളാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ മോയിസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ഓയിൻമെന്റ് വെച്ച് ചുടുവെള്ളം മുക്കി പിടിക്കുന്ന നമ്മളുടെ കഴുത്തിന്റെ വേദന സാധാരണ ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകണമെങ്കിൽ നമ്മൾ അതിന് അൾട്രാസൗണ്ട് വെച്ചിട്ട്, അൾട്രാസൗണ്ട് തെറാപ്പി എന്ന് പറയും, അൾട്രാസൗണ്ട് വേവ്സ് വെച്ച് ഡീപ്പായിട്ട് ഹീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡീപ്പ് ഹീറ്റിംഗ്, ഇതല്ലാതെ തന്നെ ഇൻഫ്രാറെഡ്, സൂപ്പർഫിഷ്യൽ ഹീറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളും ഹീറ്റിംഗിൽ തന്നെ ഫിസിക്കൽ മൊഡാലിറ്റീസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ
നമുക്ക് ഇലക്ട്രോ തെറാപ്പി കൂടി യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പെയിൻ അവിടെ ദീർഘകാലം നിന്ന് കഴിഞ്ഞാൽ, ക്രോണിക് പെയിൻ ആയി കഴിഞ്ഞാൽ ആ പെയിനെ ലോക്കലി കുറയ്ക്കണമെങ്കിൽ ടെൻസ് പോലെയുള്ള ഇലക്ട്രോ തെറാപ്പികൾ, ചെറിയ ചെറിയ കറണ്ടിന്റെ പൾസ് വെച്ചുള്ള തെറാപ്പികൾ നമുക്ക് ചെയ്യേണ്ടതായി വരും. അതുപോലെ ആ ട്രിഗർ പോയിന്റ് അവിടെ തന്നെ ദീർഘമായിട്ട് കഴുത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രിഗർ പോയിന്റ് മാനുവലി തന്നെ റിലീസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ ട്രിഗർ പോയിന്റിൽ നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. ആ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് എക്സസൈസും കൂടിയിട്ട് വേണം പോകാനായിട്ട്. അതാണ് അടുത്ത കാര്യം. പിന്നെ ചില കേസുകളിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫേസഡ് ജോയിന്റ് ഒക്കെ ഡാമേജ് ആവുന്ന കണ്ടീഷനിലൊക്കെ നമുക്ക് ചെറിയ സർവൈക്കൽ ട്രാക്ഷൻ, ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള സർവൈക്കൽ ട്രാക്ഷൻ കൊടുക്കാനുണ്ട്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ അടുത്ത ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴുത്തെല്ലില് നമ്മൾ ഫ്ലൂറോസ്കോപ്പിക് ഗൈഡഡ് ആയിട്ട് ഇഞ്ചെക്ഷൻസ്, അത് സ്റ്റിറോയിഡ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആ ഞരമ്പിനെ, നിരന്തരമായിരിക്കുന്ന ആ ഞരമ്പിനെ നമ്മൾ താൽക്കാലികമായിട്ട് കരിയിച്ച് കളയുന്ന ന്യൂറോ അബ്ലേഷൻ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഇങ്ങനത്തെ കുറച്ച് ഇഞ്ചക്ഷൻ പ്രൊസീജിയറുകൾ കൂടി ഈ പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സമഗ്രമായിട്ട് ഒരു കഴുത്ത് വേദനയെ നോക്കിക്കാണുന്നത്. വ്യക്തമാകുന്നുണ്ട് ഡോക്ടർ. നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, തലശ്ശേരിയിൽ നിന്നും ഷൈനിയാണ്. ഷൈനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ഷൈനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം, പറയൂ ഡോക്ടർ. ഈ കുട്ടികളിൽ കഴുത്ത് വേദന വരുന്നുണ്ടോ? കുട്ടികളെ ഞാൻ പറഞ്ഞു, കുട്ടികളെ നമ്മൾ കഴുത്ത് വേദന എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ പനിയോടൊപ്പമാണ് കഴുത്ത് വേദന കുട്ടി കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഉടൻ തന്നെ അത് ഡോക്ടറെ, ഫിസിഷ്യനെ സമീപിക്കണം. കാരണം അത് മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണമാകാം. അല്ലാതെ നമുക്ക് കുട്ടിയെ വിട്ടുവിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് വേദന വരുന്നത് വെച്ചാൽ അത് പ്രധാനമായും കുട്ടിയുടെ കഴുത്തിലുള്ള ജന്മനാപരമായിട്ടുള്ള ഘടനാ വ്യത്യാസമായിരിക്കാം. അതായത് ഏറ്റവും വളരെ സാധാരണയായിട്ട് കാണുന്ന സെർവൈക്കൽ റിബ് എന്ന് പറയും. കഴുത്തിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ഒരു എല്ല് ഒരല്പം കൂടി വളർന്നത്. ഇത് വളരെ സാധാരണമായ ഒരു കണ്ടീഷനാണ്. അത് തന്നെ സെർവൈക്കൽ റിബിന്റെ നീട്ടവും ഘടനയും അനുസരിച്ച് അതിന് കുറെ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ചികിത്സ മാറും. അതിന് ദീർഘകാലം മരുന്ന് കഴിക്കുകയല്ല, അതിന് എക്സർസൈസ് വെച്ചാണ് നമ്മൾ ഈ സെർവൈക്കൽ റിബ്, അതുപോലെ പേഷ്യന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിന്റെ പൊസിഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പോസ്റ്റർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ചാണ് ഈ സെർവൈക്കൽ റിബ് നമ്മൾ പരിഹരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകുന്ന മറ്റൊരു കാരണമായിരിക്കാം ഇവരുടെ നട്ടലിൽ ചെറിയ വളവുണ്ടാവും. അപ്പൊ അത് കഴുത്തലിൽ എങ്ങനെയാണെന്ന് അറിയാം, നട്ടലിൽ ചെറിയ വളവുണ്ട്. അപ്പൊ ആ വളവ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തല പേഷ്യന്റ് പലപ്പോഴും ചരിച്ച് സ്ട്രെയിൻ ചെയ്ത് പിടിക്കും. അപ്പൊ ഒരു വശത്തായിട്ട് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ആകുമ്പോൾ പേഷ്യന്റിനെ വിശദമായി പരിശോധിക്കണം, ഈ നട്ടലിൽ ഇങ്ങനെ ഒരു വളവുണ്ടോ എന്ന്. പിന്നെ കുട്ടികളിൽ പലപ്പോഴും കഴുത്ത് വേദന ഈ സെർവൈക്കൽ ലിംഫ് നോഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതായത് ഇവിടെ കഴലുകളുണ്ട്, അപ്പൊ അത് പെയിൻ ഉണ്ടാവും. ചിലപ്പോൾ ക്രോണിക് ആയിരിക്കും, മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് പെയിൻ ഉണ്ടാവും. അപ്പൊ കുട്ടികളിൽ അങ്ങനെ കഴുത്ത് വേദന വരുമ്പോൾ ഈ ലിംഫിനോട് നമ്മൾ പരിശോധിക്കണം. അതിന്റെ മറ്റു കാരണങ്ങൾ വല്ലതും, അത് ചെറിയ ഇൻഫെക്ഷൻ മുതൽ വലിയ കാരണങ്ങൾ വരെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ലിംഫിനോടും പരിശോധിക്കണം. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ജന്മന തന്നെ കഴുത്തിന് മസിലിന് പിടുത്തം ഉണ്ടാവും, അല്ലെങ്കിൽ ചുരുക്കം ഉണ്ടാവും. അതിനെ ടോർട്ടിക്കുളിസ് എന്ന് പറയും, ഒരു സൈഡിലോട് ചരിയുന്നത്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കഴുത്ത് നേരെ വെക്കും. അതുപോലെ കുട്ടികളിൽ വരുന്ന നേത്ര പ്രശ്നങ്ങൾ, ചെറിയ ആംബ്ലയോപ്യ, ഒരു വശം കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കഴുത്ത് ചരിക്കും. അപ്പൊ അങ്ങനെയും പേഷ്യന്റ് അങ്ങനെ പിടിച്ച് കഴുത്ത് വേദനയുണ്ട്. അപ്പൊ വിഷനം ഈ പറഞ്ഞ പോലെ പേഷ്യന്റിന്റെ നോക്കേണ്ട സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ ഒരു സൈഡ് കാണാത്ത ഡിഫക്റ്റുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ അവരത് പറയണമെന്നില്ല. നമ്മൾ ഇങ്ങനത്തെ വിഷയം കൊണ്ട് പിന്നെ ചർച്ച ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ കാഴ്ചയുടെ പ്രശ്നം പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ സെർവൈക്കൽ ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, കഴുത്തിന്റെ ടോണിൽ വ്യത്യാസം വന്ന്. അതങ്ങനെ വളരെ ചെറുതായിട്ട് ചിലപ്പോൾ കുട്ടികളിൽ തന്നെ അത് വിഷയം കഴുത്തിലേക്ക് കാണാറുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ കുട്ടികളും തന്നെ മൊബൈൽ ഫോണിന് വളരെയധികം അഡിക്റ്റ് ആണ്. അപ്പൊ അവർ ഗെയിമിങ്ങിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അവർ കഴുത്ത് കുനിച്ചുകൊണ്ട് നിരന്തരം ഗെയിം കളിക്കുന്നത് തന്നെ നമ്മളുടെ കഴുത്തിന്റെ പേശികൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് തുടരെ മുന്നോട്ട് പോകും. ഇപ്പോൾ പണ്ടാണെങ്കിൽ ബുക്ക് തലകുനിച്ചിരുന്ന് പഠിക്കുന്നതിലായിരുന്നു ഈ ഒരു വിഷയം ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ അത് മൊബൈൽ ഉപയോഗത്തിലാണ്. അപ്പൊ അങ്ങനെ അത് തുടർന്ന് പോവുകയാണെങ്കിൽ പേശികളെല്ലാം ബലപ്പെട്ട് വരിക, അതിന്റെ നോർമൽ രീതികൾ മാറുകയും കുട്ടിക്ക് നിരന്തരമായി കഴുത്ത് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറെ കാണിച്ച് ഞാൻ പറഞ്ഞ ഇത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പിക്കേണ്ടതാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് വേദന വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ അത് മരുന്ന് കൊണ്ട് താൽക്കാലികമായിട്ട് മാറുന്നുണ്ടെങ്കിലും വീണ്ടും വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതിന് പരിഹാര മാർഗം എന്ന് പറയുന്നത്?
അതാണ് ഞാൻ പറയുന്നത്. ഈ മരുന്ന് നമുക്ക് എപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ആവശ്യം മാത്രമേ നമുക്ക് മരുന്ന് കൊണ്ട് നിർവഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിന്റെ കാരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് ആ കാരണങ്ങൾ കൃത്യമായി പരിഹരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഇത്. അപ്പൊ കാരണങ്ങൾ ഞാൻ നേരത്തെ കുറെ കാരണങ്ങൾ വിശദീകരിച്ചു. കൊച്ചു കുട്ടികൾ ഞാൻ പറഞ്ഞ കാരണങ്ങൾ വിശദീകരിച്ചു. അതിൽ ഓരോന്നിലും ഓരോ മാനേജ്മെന്റ് ആണ് വരുന്നത്. അതിൽ ഞാൻ റിസ്ക് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലുവയിൽ നിന്നും അബ്ദുൽ കരീമാണ്. അബ്ദുൽ കരീം, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സാറേ, ഒരു 50 വയസ്സ് പ്രായം ഉണ്ട്. അപ്പം ഞാനൊരു ശക്തമായിട്ടൊരു ഇതെടുത്ത് ഇങ്ങനെ ഉയർത്ത ചെയ്തതിന്റെ ഫലമായിട്ട് ഈ കഴുത്തിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഒരു വേദന ഉണ്ട്. അപ്പം എന്ത് തലയിൽ വെച്ചോ നിങ്ങള്? അതിങ്ങനെ ഉയർത്തിയതിനു ശേഷം അവിടുന്ന് കഴുത്തിന്റെ അവിടെ ഒരു മിന്നൽ പോലെ വന്നായിരുന്നു. അപ്പൊ അവിടുന്ന് ഇപ്പോ ഈ കയ്യിന്റെ ഇടത് കൈയിന്റെ ഈ ഭാഗത്തേക്ക് ഉള്ള ഒരു ഇപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ തരിപ്പ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മളെ കഴുത്തിലെ ഡിസ്കുകൾക്ക് തള്ളിച്ച് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പോലെ തല കുനിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പൊക്കണമെന്ന് നിർബന്ധമില്ല, തലയിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ തല കുനിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴുത്തിന്റെ ഡിസ്കിലേക്ക് തള്ളൽ വരാം, കഴുത്തിന്റെ ഡിസ്കിലേക്ക് പ്രഷർ വന്നിട്ട് അത് തള്ളൽ വരാം. അപ്പൊ തള്ളൽ വരുമ്പോൾ അത് പലപ്പോഴും കയ്യിലെ ഞരമ്പിലേക്കായിരിക്കും തട്ടുന്നത്. അപ്പൊ കയ്യിലെ ഞരമ്പിലേക്ക് തട്ടുമ്പോൾ ആ ഞരമ്പുകളിൽ നമുക്ക് തരിപ്പോ അസ്വസ്ഥതയൊക്കെ കഴപ്പോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ നമ്മൾ കഴുത്തിന് കുറച്ച് ഒരാഴ്ചയോളം കോളർ ഇടേണ്ടി വരും. അതിനോടൊപ്പം നമുക്ക് കുറച്ച് മരുന്നുകൾ എടുക്കേണ്ടി വരും. അത് ഈ പറഞ്ഞ പോലെ ഡിസ്കിന്റെ വിഷയമാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ഷോർട്ട് കോഴ്സ് സ്റ്റീറോയിഡും ഒരു NSAIDസും അതിനോടൊപ്പം തന്നെ ഒരു ന്യൂറോ മോഡുലേറ്ററും. കഴുത്തുവേദനയ്ക്ക് പരിഹാരം എന്ത് എന്ന കാര്യമാണ് ഇപ്പോൾ ഹലോ ഡോക്ടറോടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് പാലാ ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ആണ് ഡോക്ടർ. തിരികെ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാന ഒരു കാര്യമാണ് ഈ കഴുത്ത് വേദനയ്ക്കൊപ്പം പുറം വേദനയും അതുപോലെ തന്നെ കയ്യിലേക്ക് തരിപ്പം വരുന്നതിന്റെ പ്രധാന ലക്ഷണം എന്താണ്? അത് എന്തിന്റെ ബേസിക് ആയിട്ടുള്ള അസുഖമാണിത്? ഹലോ, എനിക്ക് ഓഡിയോ കട്ടായി പോയി, ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഡോക്ടർ. അതായത് കഴുത്ത് വേദനയ്ക്കൊപ്പം പുറം വേദനയും അതുപോലെ തന്നെ കൈക്ക് തരിപ്പ് വരികയും ചെയ്യുന്നത് എന്തിന്റെ ലക്ഷണമാണ് എന്നത് ഒരു സംശയമാണ്. അത് നേരത്തെ പറഞ്ഞ ഒരു കേസിൽ ഞാൻ പറഞ്ഞു, അത് ഈ ഡിസ്കിന്റെ ഒരു പ്രധാന വിഷയം. വളരെ യങ് ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ അത് ഡിസ്കിന്റെ ഒരു വിഷയം കൊണ്ട് വരാം. ഡിസ്കിന്റെ തള്ളിച്ച കൊണ്ടാണ് പൊതുവായിട്ട് വരിക. ഡിസ്കിന്റെ തള്ളിച്ച എന്ന നാടൻ ഭാഷയിൽ പറയുമെങ്കിലും നമ്മൾ ഇനി ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ ഡിസ്ക് ഡിസ്ട്രപ്ഷൻ, ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് സെക്വിസ്ട്രേഷൻ, അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇത് പറയുന്നത്. ഇത് പൊതുജനം മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മൾ MRI എടുത്തിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ MRI എടുക്കില്ല, എക്സ്റേ എടുത്ത് ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തും, മറ്റൊന്നും തടയുന്നില്ലല്ലോ എന്നുള്ളത് ഉറപ്പുവരുത്തും. അതുപോലെ കുറച്ച് ഏജ് ഉള്ള ആളുകളിലാണെങ്കിൽ പലപ്പോഴും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കഴുത്തെല്ലിന്റെ തേയ്മാനം. അപ്പോൾ ഈ തേയ്മാനം എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ പലപ്പോഴും അതിന്റെ ഭാഷാപരമായ ഇതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ പല്ലൊക്കെ തേഞ്ഞു പോകുന്ന പോലെ ഈ കഴുത്തിന്റെ എല്ലാം തേഞ്ഞ് കുറഞ്ഞു പോവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ തേയ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മോഡേൺ മെഡിസിൻ അതിനെ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ എല്ലുകളുടെ രൂപം പരുക്കനാവുകയാണ്, അതിന്റെ ഷേപ്പിലും ഘടനയിലും മാറ്റം വരികയാണ്. അപ്പൊ അവിടുത്തെ ജോയിന്റുകൾ കൂടുതൽ സ്റ്റിഫ് ആവുകയാണ്. അപ്പൊ ഇതുമൂലം നമ്മളുടെ കഴുത്തിന് സ്വാഭാവികമായിട്ടുള്ള മൂവ്മെന്റും സ്വാഭാവികമായിട്ടുള്ള വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും സ്വാഭാവികമായ വെയിറ്റ് ലോഡിങ്ങും അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഇതിന്റെ ഈ എല്ലുകളുടെ ജോയിന്റ് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കുനിപ്പുകൾ, ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലിന്റെ കുനിപ്പുകൾ ഉണ്ടാവുകയും ഇത് നമ്മളുടെ സ്പൈനൽ കോഡിലേക്കോ അല്ലെങ്കിൽ നമ്മളെ ഞരമ്പുകൾക്കോ ഞരമ്പിന്റെ റൂട്ടുകളിലേക്കോ ഇത് വന്ന് കംപ്രസ് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ കംപ്രഷൻ ഉള്ളതുകൊണ്ട് ഈ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കയ്യിലോട്ട് ഈ തരിപ്പും കഴപ്പും എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ രണ്ടെണ്ണം ആണെങ്കിലും ഇത് ഡോക്ടറെ അത്യാവശ്യമായി കാണിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കയ്യിലോട്ട് ഈ ഞരമ്പിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൈക്ക് തളർച്ച അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്ന് ബിജുകുമാറാണ്. ബിജുകുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ. ബിജുകുമാർ, ഫോണിന്റെ ഓളി ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഹലോ 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 സാറേ, ഞാൻ കൊല്ലുന്ന ഹലോ നമസ്കാരം. അല്ലാണ്ട് ഈ പെരുപ്പുണ്ട് ഇവിടെ തലയ്ക്ക് താഴെ. പെരുപ്പായിട്ടാണോ അനുഭവപ്പെടുന്നത്? സാറേ, പെരുപ്പാണോ അനുഭവപ്പെടുന്നത്? കഴുത്തിൽ പെരുപ്പായിട്ടാണോ അനുഭവപ്പെടുന്നത്? ആ പെരുപ്പ് ഉയർക്കും. ലോഡിങ്ങുള്ളേ പെരുപ്പ് ലോഡിംഗ് ആണ് പണി. ഈ പെരുപ്പ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം പെരുപ്പ് ഉണ്ടാവോ? ഈ കഴുത്തിന്റെ പുറകുവശത്ത് ഫുൾ ടൈം പെരുപ്പ് ഉണ്ടാവും? രാത്രി രാവിലെ എണീക്കുമ്പോഴൊക്കെ പെരുപ്പ് ഉണ്ടാവുമോ? സാറേ, രാത്രി കിടന്ന് രാവിലെ എണീക്കുമ്പോഴും പെരുപ്പ് ഉണ്ടാവും? പെരുപ്പുണ്ട് പെരുപ്പം ഉയർക്കും. അതായത് നടുവിന് ചില സമയത്ത് വരും പെരുപ്പ്. ആണല്ലേ? താങ്കൾ എത്ര വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്? എത്ര വയസ്സുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്? കൊല്ലം. അല്ല, താങ്കൾ എത്ര വയസ്സായിരുന്നു? താങ്കൾക്ക് എത്ര വയസ്സായിരുന്നു? 50 വയസ്സായി. 49. ഓക്കെ. അപ്പോ ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ കഴുത്തിൽ ചെറിയ തേയ്മാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അത് ഫസ്റ്റ് നമ്മൾ കുറച്ച് മരുന്നൊക്കെ ഉപയോഗിക്കാം, അടുത്തുള്ള ലോക്കൽ ഡോക്ടറെ കാണിക്കാൻ കുഴപ്പമില്ല. പക്ഷെ മാറ്റമില്ലെങ്കിൽ തീർച്ചയായും ഒരു എക്സ്റേ എടുക്കണം. കാരണം ഈ തേയ്മാനത്തിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് 1, 2, 3 ഘട്ടങ്ങളിലായിട്ട് നമുക്കിതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്കത് തുടക്കത്തിലെ നമുക്ക് എക്സസൈസും മരുന്നും എല്ലാം കൊണ്ട് അത് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഈ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നതിന്റെ സമയം വളരെയധികം കുറയ്ക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഫോണിലൂടെ ചർച്ച ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു എക്സ്റേ എടുത്തിട്ട് വേണം ഇതിന്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട്. നന്ദി. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് മനസ്സിലാക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കാര്യം കൂടിയാണ്, ഈ കഴുത്തിലെ എല്ലിൻ്റെ ഇടയിൽ ഞരമ്പ് അമർന്നാൽ വേദന കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ ഈ ഡിസ്ക് ബഡ്ജിങ് നമുക്ക് മാറ്റാൻ സാധിക്കും? ഓക്കെ, ഡിസ്കിന്റെ പ്രശ്നങ്ങൾ അല്ലെ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കൊളോക്കിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ പറഞ്ഞു അതിന് ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ഹെർണിയേഷൻ, അങ്ങനെ കുറെ മെഡിക്കലി അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോ ഇനീഷ്യലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അപ്പൊ ഡിസ്ക് ഡീജനറേഷൻ എന്ന് പറഞ്ഞ് പ്രായമായവർ വരുന്ന കുറച്ച് വിഷയങ്ങളുണ്ട്. ഡിസ്ക് പതുക്കെ ആ ഡിസ്കിന്റെ ഹൈറ്റ് എല്ലാം കുറഞ്ഞ് അതിന്റെ ഘടനയെല്ലാം മാറി അതിനുള്ള വെള്ളത്തിന്റെ അംശം എല്ലാം കുറഞ്ഞ് അത് ഞരമ്പുകളിലേക്ക് തള്ളി വരുന്ന, കയ്യിലത്തെ ഞരമ്പോ മറ്റു ഞരമ്പുകളിലേക്ക് തള്ളി വരുന്ന ഒരു വിഷയങ്ങളുണ്ട്. അത് വേറെ ഒരു കാറ്റഗറി ആയിട്ട് എടുക്കാം. നമുക്ക് അതല്ലാതെ യുവാക്കളിൽ വരുന്ന ഈ പറഞ്ഞ ഡിസ്ക് തള്ളൽ എന്ന് പൊതുവെ പറയുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കാന്ന് വെച്ചാൽ, തുടക്കത്തിലാണെങ്കിൽ രോഗിക്ക് നമ്മൾ കഴുത്തിന് റെസ്റ്റ് കൊടുക്കും. അതിനാണ് കഴുത്തിൽ കോളർ അല്ലെങ്കിൽ സെർവൈക്കൽ ഓർത്തോസിസ് നമ്മൾ കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഈ രോഗിക്ക് ഇത് കുറയാനുള്ള വേദനയും നീർക്കെട്ടും കുറയാനുള്ള മരുന്നുകൾ കൊടുക്കും. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കുറച്ച് ന്യൂറോ മോഡുലേറ്റേഴ്സ് ചില സമയത്ത് നമ്മൾ സ്റ്റിറോയിഡ് കൂടി ആഡ് ചെയ്യും. ഈ പറഞ്ഞ ന്യൂറോ മോഡുലേറ്റേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇത് കൊടുത്ത് പേഷ്യന്റ് റെസ്റ്റ് ആണ് ആയിട്ട് ഒരു 5 മുതൽ 6 ദിവസം വരെ റെസ്റ്റ് ആണ് കഴുത്തിന് കൊടുക്കുക. അപ്പൊ റെസ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ചെറിയ തോതിൽ സെർവൈക്കൽ ട്രാക്ഷൻ, വേറെ കോൺട്രാൻഡിക്കേഷൻ ഒന്നില്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇന്റർമിറ്റന്റ് ആയിട്ട് സെർവൈക്കൽ ട്രാക്ഷൻ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഈ കോളറിന്റെ ഉപയോഗം അടുത്ത ഘട്ടത്തിൽ കുറച്ച് കൊണ്ടുവരാം. അതുപോലെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച മരുന്നിലും കുറച്ച് കൊണ്ടുവരാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് കഴുത്തിന്റെ ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുകയും ഈ രോഗിയുടെ പോസ്ചർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരുമാതിരി 70-80% കേസുകളിലെയും വിഷയങ്ങൾ മാറിപ്പോവാറുണ്ട്. അതേസമയത്ത് ഇത് മാറുന്നില്ല, കഴുത്തിൽ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും രോഗിയുടെ ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എക്സ്റേ, MRI അങ്ങനെ അടുത്തടുത്ത ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകേണ്ടതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്ന് മിനിയാണ്. മിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, എനിക്ക് 2 വർഷത്തിൽ കൂടുതലായി എന്റെ കഴുത്തിന് വേദനയാണ്. കഴുത്തിന് തലയുടെ ഒരു സൈഡും കൈക്കും മരവിപ്പും, വലത് കൈക്കും മരവിപ്പും വേദനയാണ്. ജോയിന്റുകൾക്കും ഇപ്പൊ വേദന 2 വർഷമായി തുടങ്ങിയിട്ട്. കുറെ മരുന്നൊക്കെ കഴിച്ചു, തേയ്മാന, എക്സ്റേ എടുത്തപ്പോഴൊക്കെ തേയ്മാനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മരുന്ന് നിർത്തുമ്പോ തന്നെ വേദനയാ. കഴുത്ത് കഴക്കിലും. 2 വർഷം. ശരി.
അപ്പൊ താങ്കൾ പറയുന്നത് കേട്ടിട്ട് ഈ പറഞ്ഞ ആ പോലെ തേയ്മാനത്തിന്റെ വിഷയം തന്നെയാണ്. അപ്പൊ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കഴുത്തിലെ കശേരിക്കുണ്ട് ഫേസഡ് ജോയിന്റ് എന്ന് പറയും. അപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ ആ ഈ തേയ്മാനം വരുമ്പോൾ ആ ജോയിന്റ് സ്റ്റിഫ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷയം വരിക. അതിനാണ് ഈ പറഞ്ഞ തലയിലോട്ടും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറണ്ട് വെച്ചിട്ടുള്ള ടെൻസ് വെച്ചിട്ടുള്ള ഒന്ന് നോക്കാം. ഒരു 1 വീക്കോളം ടെൻസ് വെച്ചിട്ട് ആ വേദന കുറയുന്നുണ്ടോ? ടെൻസ് എന്ന് പറഞ്ഞ കറണ്ട് വെച്ചിട്ടുള്ള തെറാപ്പിയാണ്. അത് വെച്ചിട്ട് വേദന കുറയണ്ടോ എന്ന് നോക്കാം. കഴുത്ത് വേദനയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഹലോ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് വേദന വരുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മരുന്ന് കൊണ്ട് താൽക്കാലികമായിട്ട് മാറുന്നുണ്ടെങ്കിലും വീണ്ടും വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോട് ഡോക്ടർ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ വേറെ ചോദ്യത്തിലോട്ട് ഞാൻ പോവുകയാണ്. മാത്രമാണ് അടുത്തിലേക്ക് പോകാം. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ യുവജനങ്ങളിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇരിപ്പും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗവും മറ്റു മൂലം കഴുത്ത് വേദന കൂടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടല്ലോ. അപ്പം എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ ഈ യുവാക്കളിൽ നമുക്ക് മറ്റു കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കഴുത്തേന വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോ ജോലി സംബന്ധമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കഴുത്തിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ പൊസിഷൻ നേരെ ഹൊറിസോണ്ടലി നേരെയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് കഴുത്തിന്റെ ധർമ്മം. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് നമ്മൾ എന്ന് വ്യതിചലിക്കുന്നോ എന്ന് ഡീവിയേറ്റ് ചെയ്യുന്നോ നമുക്ക് കഴുത്തിൽ മസിൽസ് ഓവർ ആക്ട് ചെയ്യാനും അല്ലെങ്കിൽ ശോഷിക്കാനോ അങ്ങനെ തുടങ്ങും. അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും തല കുനിച്ചുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ജോലി ചെയ്യുന്നത്. യൂഷ്വലി കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ തല കുനിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നവർ അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തല സ്ട്രെയിറ്റ് ആയിരിക്കണം. ബാക്ക് റെസ്റ്റിൽ മുട്ടണം. തീർച്ചയായും ഹെഡ് റെസ്റ്റ് വേണം. അതുപോലെ ആം റെസ്റ്റും വേണം. എന്നിട്ട് കണ്ണിന്റെ പൊസിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം, ഹൊറിസോണ്ടൽ ആയിരിക്കണം, താഴോട്ട് ആവരുത്. മാക്സിമം ഒരു 15 ഡിഗ്രി താഴോട്ട് പോവാം, അതിന്റെ അപ്പുറത്തേക്ക് താഴോട്ട് പോകാൻ പാടില്ല. അതുപോലെ ആം റെസ്റ്റ് കൃത്യമായി വേണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ജോലിയിൽ ഏർപ്പെടാൻ പാടില്ല. നമ്മളൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് ഒരു റൗണ്ട് നടന്നിട്ട് വീണ്ടും വന്നിരിക്കണം. അങ്ങനെ വേണമെങ്കിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെറിയ സ്ട്രെച്ചിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതിൽ തെറ്റില്ല. ഇനി സ്ട്രെച്ചിങ് ചെയ്തില്ലെങ്കിൽ പോലും ആ 20 മിനിറ്റ്സ് ഒന്ന് ഇറങ്ങി ഒരു റൗണ്ട് നടന്നാൽ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഈ വേദനയിൽ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ യുവാക്കളിൽ കിടക്കുന്ന പൊസിഷനാണ് ഒരു വിഷയം. അതായത് പലപ്പോഴും അവര് വയറിലായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ ചരിഞ്ഞായിരിക്കും കിടക്കുക. അപ്പൊ ഇതിപ്പോൾ നമ്മൾ ചരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവിടെ പെയിൻ വരും. ആദ്യമൊക്കെ കുറച്ച് മരുന്നിൽ റെസ്പോണ്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് റെസ്പോൺസ് കുറഞ്ഞു വരാൻ തുടങ്ങി, ആ മസിലിനെ മാറ്റം വരാൻ തുടങ്ങും. അപ്പോൾ മരുന്നുകളുടെ റെസ്പോൺസ് കൊടുക്കും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കിടക്കുന്നതിന്റെ പൊസിഷൻ കൂടി ഈ പറഞ്ഞ യുവാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ എങ്ങനെയാണ് ശാസ്ത്രീയമായ കൃത്യമായ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മലന്നാണ് കിടക്കേണ്ടത്. അതിൽ നമ്മൾ തലയണ യൂസ് ചെയ്യണം. തലയണ അധികം കട്ടി കൂടാനും പാടില്ല, തീരെ കുറയാനും പാടില്ല. അത് കഴുത്ത് മുതൽ ഈ തല വരെയാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ തലയെ മാത്രം വെച്ച് തല ബെൻഡ് ചെയ്യുന്ന ലെവലിൽ തലയണ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ സൈഡിലോട്ട് ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ തലയണ കൂടി വെച്ച് തല സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ നമ്മുടെ നട്ടലുമായിട്ടുള്ള അലൈൻമെന്റ് എപ്പോഴും അതിന്റെ നോർമലായിട്ട് എടുക്കുക. അതൊരു സൈഡിലോട്ട് ചരിഞ്ഞോ ഒരു വിധത്തിൽ മുന്നോട്ടോ പിന്നോട്ടോ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ എണീച്ച് പെയിൻ വരും. അപ്പൊ ആദ്യം കുറച്ചൊക്കെ അത് മരുന്ന് കഴിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യും, വേദനസംഹാരി കളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ദീർഘനാൾ കഴിയുമ്പോൾ ഇത് വിഷയങ്ങളാവും. അപ്പോൾ യുവാക്കൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണം. അതുപോലെ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഒരു വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കാര്യം. അപ്പൊ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ചെറിയ ഡ്രൈവ്, അതായത് 20 മിനിറ്റ് താഴെയുള്ള ഡ്രൈവ് നമുക്ക് കാറിൽ എങ്ങനെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം, വലിയ വിഷയം വരില്ല. പക്ഷെ നമ്മൾ ഡെയിലി നമ്മളൊരു ഹാഫ് ആൻ അവർ ഡ്രൈവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രോപ്പറായ നെക്ക് സപ്പോർട്ട് വേണം. നമ്മളുടെ സീറ്റിൽ വരുന്ന സപ്പോർട്ട് അങ്ങനെയല്ല വരുന്നത് എല്ലാ കാറിലും വരുന്നത്. അപ്പോൾ കഴുത്ത് അധികം മൂവ്മെന്റ് വരാത്ത ലെവലിൽ കറക്റ്റ് ആയിട്ട് സപ്പോർട്ട് വേണം. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെയിൻ കുറയ്ക്കാം. അല്ലെങ്കിൽ കഴുത്ത് എപ്പോഴും ജെർക്ക് ചെയ്ത് നമ്മൾ ട്രാഫിക് എപ്പോഴും ജെർക്ക് ചെയ്ത് കഴുത്തിന് പെയിൻ വരാൻ സാധിക്കുന്നുണ്ട്. ബൈക്കിലാണെങ്കിൽ അതിൽ ഉപരി ഭയങ്കര വിഷയമാണ്. കാരണം ഹെൽമെറ്റ് ഉണ്ടോ ഒപ്പം, അതുപോലെ ഡ്രൈവറിന്റെ ബൈക്കിന്റെ പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പലപ്പോഴും ബാക്കിലോട്ടുള്ള ഈ ഒരു പൊസിഷൻ കഴുത്തിന് വളരെ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്. മുന്നിലോട്ട് കയ്യിൽ താങ്ങിയിരിക്കുന്ന ടൈപ്പുള്ള ഡ്രൈവ് ആ വിഷയം ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായി ആക്സിലേറ്റ് ചെയ്യും, ഡീസലേറ്റ് ചെയ്യും, സഡൻ ബ്രേക്ക് ചെയ്യുന്നത് ഈ കഴുത്തിന് തീർച്ചയായും ദോഷം ചെയ്യും. അപ്പോൾ കുറച്ച് മിതമായ സ്പീഡിൽ മിതമായ ടോണിൽ
ഒരേ സ്പീഡിൽ കഴിയുന്നത് പോകുന്നത് ബൈക്കിൽ പോകുന്നവർക്ക് കഴുത്തിന്റെ ഇഞ്ചുറി തടയാൻ സഹായിക്കും. അപ്പൊ ഇതൊക്കെയാണ് യുവാക്കളിൽ നമുക്ക് കാണുന്ന കുറച്ച് വിഷയങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. കഴുത്ത് വേദനയ്ക്ക് പരിഹാരം എന്ത് എന്ന കാര്യമാണ് ഹെലോ ഡോക്ടറോട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പാലാ ജനറൽ ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ അരവിന്ദ് ആയിരുന്നു. ഡോക്ടർ നന്ദി. ഓക്കെ, നന്ദി, നമസ്കാരം. ഹെലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.